ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ രാവിലെ തന്നെ അനുമോളായിട്ട് അനീഷ് സംസാരം തുടങ്ങിയിരിക്കുകയാണ്. ആദില, നൂറ, ഇഷു തന്നെയാണ് എടുത്തിട്ടുള്ളത്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ഇന്നലെ അവർ വലിയ തർക്കമായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ചർച്ച ചെയ്യാൻ വേണ്ടി അനീഷ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഇന്ന് കുറച്ചധികം തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇന്നലെയാണെങ്കിൽ ഞാനൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, വെറും മാതള നാരങ്ങ മാത്രമാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അനീഷ് പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തന്നതാണ്, ഇന്നെന്തായാലും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, നമ്മൾ ഇനിയിപ്പോൾ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാരണം നമ്മളൊരു 90 ദിവസങ്ങളടുത്തൊക്കെ തന്നെ ഇപ്പോൾ ആയി. അപ്പോൾ ആ ഒരു സമയത്തും അത്രയും ദിവസം നിന്ന ആൾക്കാർ ഒറ്റ ദിവസത്തെ കാര്യം വെച്ച് ജഡ്ജ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളും കൂടെ അനുമോളോട് പറയുന്നുണ്ട്. ഇല്ല, എനിക്ക് അവരായിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേങ്കിൽ എനിക്ക് അവരോട് ഇപ്പം മിണ്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അനു പറയുന്നത്. അത് മാത്രമല്ല, ഇന്നലെ ആണെങ്കിൽ കൂടിയും ഇന്നലെ ഒരു മീറ്റിംഗ് വെച്ചതിന് ശേഷമാണെങ്കിലും അനുമോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വേണം കേട്ടോ പോകാൻ, ഇറങ്ങി ഓടിയൊന്നും പോയേക്കല്ലേ എന്നുള്ള രീതിയിൽ വീണ്ടും എന്നെ കുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ PR എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യമാണ്. ആ ഒരു ഫ്രണ്ട്സിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള PR കാര്യങ്ങളൊക്കെ തന്നെ എനിക്കുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, PRന് കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയാണ് ഞാൻ ഈ രീതിയിലുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്, ഇതൊക്കെ എല്ലാവരും മുമ്പിൽ വെച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ എന്ത് ഫ്രണ്ട്സാണ് എന്നുള്ള രീതിയിലാണ് അനു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ പറഞ്ഞ് അനീഷ് സമാധാനിപ്പിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ വീണ്ടും പഴയതുപോലെ തന്നെ ആകണം എന്നുള്ള കാര്യങ്ങളാണ് അനീഷ് പറയുന്നത്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈവിൽ കുറച്ച് ചിരട്ട ഫുഡൊക്കെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാവൊക്കെ തന്നെ വെച്ച് ഒട്ടിച്ച് സൈഡ് ഫുള്ള് കവർ ചെയ്ത് ഒരു ചിരട്ട എടുത്ത് അതിനകത്ത് പുട്ട് പോലെ ഉണ്ടാക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നലെ അനീഷാണ് അത് ആ ചിരട്ടയൊക്കെ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് ഇന്ന് ചിരട്ട പുട്ടാണ്.